നമസ്കാരം. ഞാൻ ഇന്നൊരു മെസ്സേജ് വായിക്കാം കേട്ടോ. എൻ്റെ മോന് വർഷങ്ങളായി കാലിൽ സ്കിൻ ഡിസീസസ് ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും വീണ്ടും വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കഴിഞ്ഞ തവണ ഗുരുവായൂർ പോയപ്പോൾ വീട്ടിലുണ്ടായ ചേന കൊണ്ടുപോയി ഭഗവാന് നടക്കിൽ വെച്ച് തൊഴുതു. ട്രെയിനിൽ ഗുരുവായൂരിൽ പോകുമ്പോഴും എൻ്റെ മോൻ്റെ കാല് പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ നടക്കിൽ ചേന സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ മോനെ 80% ഭേദമായി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മോൻ്റെ കാല് പൂർണ്ണമായും സുഖമായിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. സ്വിച്ച് ഇട്ട പോലെയാണ് മോൻ്റെ അസുഖം മാറിയത്. വേറെ ഒരു മരുന്നും എടുത്തിട്ടില്ല. നടക്കാൻ ബുദ്ധിമുട്ടി ആ തിരുനടയിൽ എത്തിയ കുട്ടി അസുഖം മാറിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു മാജിക് ആയിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത് കേട്ടോ. ഇത് പറയുമ്പോൾ അനേകം വിമർശനങ്ങൾക്ക് ഞാൻ പാത്രമാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ മുറുകെ തന്നെ പിടിക്കുന്നു. ഒരാളോടും മരുന്ന് കഴിക്കേണ്ടെന്നോ ഒരു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണ്ട എന്നോ ഈ കൃഷ്ണാരിമിത്രം ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. എല്ലാവരോടും മരുന്ന് കഴിച്ചോളൂ, ഒപ്പം പ്രാർത്ഥിച്ചോളൂ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടേഴ്സ് എല്ലാം നമ്മളോട് ഇങ്ങനെ തന്നെയാണല്ലേ പറയാറുള്ളത്. വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയാ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ പറയാറുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറയാറുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ മരുന്ന് കഴിച്ചോളൂ. ആ മരുന്നിനൊരു ഫലം കാണണമെങ്കിലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചേന വഴിപാട് സമർപ്പിക്കുന്നത് വളരെ 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 നല്ലതാണ് എന്ന് അനേകം കാലമായി ഞാൻ എല്ലാവരോടും പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്കത് ഒരുപാട് പോസിറ്റീവ് എനർജി തന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത് കേട്ടോ.